ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ചെടി എന്താണെന്ന് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി കാണല്ലോ അല്ലേ? ഇതാണ് നമ്മൾ നിത്യകല്യാണി. നമ്മളൊക്കെ ഇതിന് പൊതുവേ പറയൽ ശവനാറി നാട്ടാം. നിത്യകല്യാണി എന്നാണ് ഇതിൻ്റെ പേര്. പല പേരുകളുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ സൈഡിൽ 2 കളറായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നാടൻ വെറൈറ്റിയും ഒന്ന് ഹൈബ്രിഡിൽ പെട്ട സാധാ ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. നിറയെ ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇവിടെ വിത്ത് ഇട്ട് ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ ഉണങ്ങണമൊക്കെ എടുത്ത് ഇടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫ്ലവറിൻ്റെ മുകളിൽ കുടുങ്ങിക്കണ്ട് മുട്ടുമ്പോൾ കുടുങ്ങിയിട്ട് ഫ്ലവർ വിരിയാതെ ആവും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളതൊക്കെ എടുത്ത് ഒഴിവാക്കുന്നത്. ഇവിടെ നമ്മളൊരു അങ്ങനെ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഇവിടെ ചെടികളൊക്കെ മുറ്റത്തിൻ്റെ ചെറിയൊരു പണി കാരണം നമ്മളൊക്കെ ഒഴിവാക്കിയതെന്ന് അതിൻ്റെ വിത്ത് വീണുകാണ്ട് ഉണ്ടായതാണ് ഇത് ഫുള്ള്. നിറച്ച് തൈകളുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കണ്ടി നല്ല ഭംഗിയില്ല കാണാൻ. ഇവിടെ കാടായിട്ടുള്ള കുറച്ച് പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത് വിചാരിച്ചിട്ട് ഈ ചെടീൻ്റെ ഒരു ഭംഗി പോകണില്ല കേട്ടോ. അത്രയും നല്ല ഫ്ലവറിങ്ങിലായിട്ട് വരുമ്പോൾ നമ്മളെ കുഞ്ഞി ഫോണിൽ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുക്കാനേ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എടുത്തതിനൊന്ന് നല്ലൊരു ഭംഗിയിൽ ഇതിൻ്റെ പല വെറൈറ്റികളും കളറുകളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റിക് ഉണ്ട്. അതൊക്കെ നമ്മളെ കയ്യിലുള്ള എല്ലാ കളറുകളും മോഡലുകളും നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മെയിൻ്റെനൻസ് ഒരു ചിലവില്ല. മെയിൻ്റെനൻസ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് വളവും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയൊന്നും മെയിൻ്റെനൻസ് ഒരു ചിലവില്ല. നമുക്ക് പൂക്കൾ ഇഷ്ടമാണോ, മെയിൻ്റെനൻസ് കുറവുള്ള ചെടിയാണോ നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറയണത്. എളുപ്പമാണ്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറിങ്ങിനും നല്ല നിറയെ ഡെയിലി ഫ്ലവർ ഉണ്ടാവും. അതും ഒരു ദിവസത്തെ ഫ്ലവറിങ്ങാണ് ഇത് ഫുള്ള്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ തലപ്പക്കൊന്നും കട്ട് ചെയ്തിടണം. എന്നാലാണ് പിന്നെയാണ് ഫ്ലവറിങ് ആയിട്ട് വരുള്ളൂ. അത്യാവശ്യം എത്ര പഴക്കമുണ്ടെങ്കിലും ഇത് ഫ്ലവർ ഇട്ടുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ഓർക്കിഡിന് പറ്റിച്ച് പോയ ടീമിൻ്റെ നമ്പർ നമുക്ക് വേറെ കിട്ടിയിട്ടാണ് ഇതാക്കണു. നമ്മൾ ഫസ്റ്റ് രണ്ടാമത്തെ നമ്പർ കിട്ടി. രണ്ടാമത്തെ കോളിൽ തന്നെ 1 മിനിറ്റ് 9 സെക്കൻഡാണ് സംസാരിച്ചത്. പിന്നെ ഒന്ന് നോക്കി ഇന്ന് 2-ാം തീയതി ഇന്ന് കോള് വരെ ചെയ്തെടുത്തിട്ടില്ല. അന്ന് 24-ാം തീയതിയാണ് നമുക്ക് ആ നമ്പർ കിട്ടിയത്. ആ നമ്പർ കിട്ടിയതിൽ വരെ നമ്മൾ കോൾ ചെയ്ത് രണ്ടാമത്തെ കോളിൽ തന്നെ എടുത്തു. 1 മിനിറ്റ് 9 സെക്കൻഡ് നമ്മളോട് സംസാരിച്ച്. അപ്പോൾ പറഞ്ഞൊന്ന് വൈകിട്ടേ മേഡം ഞാൻ ക്യാഷ് അയച്ച് തരാൻ പറ്റിയത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് വെച്ച് പോയതാണ്. അപ്പം നമ്മൾ കോൾ കൊടുക്കണില്ല. വേറെ നമ്പറാണ് കിട്ടിയത്. വേറെ നമ്പർ തന്നെ കിട്ടി. പറഞ്ഞു മേഡം ഞാൻ ക്യാഷ് അയച്ച് തരാം, എപ്പോൾ അയച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ അയച്ച് തരാമെന്ന്. ഇന്ന് 2-ാം തീയതി 24-ാം തീയതി പറഞ്ഞിട്ട് ഇന്ന് 2-ാം തീയതി ഇതുവരെ പിന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ കോൾ കൊടുക്കലില്ല, വാട്സപ്പ് മെസ്സേജ് കൊടുത്തു നോക്കലില്ല. അന്ന് ഫുള്ളൊക്കെ എടുത്ത് നോക്കിയാണ് പോയതാണ് ആൾ. എന്താണ് ഒരു ഉഡായിപ്പ് ടീമാണ് ഉമയാസ് പ്ലാൻ പൊട്ടിക്കിട്ടാ മേഡം. എന്നിട്ട് നമ്മൾ വേറെ ആൾക്കാരുടെ നമ്പറിലൊക്കെ നമ്മൾ ആ വാട്സപ്പ് തുറക്കാൻ നോക്കിയിട്ട് അതിലൊന്നും ഏത് ഫോണിൽ പോലെ വാട്സപ്പേ ഒഴിവാക്കിന്. മേഡം ഞങ്ങളെ കയ്യിൽ നിന്ന് ആ നമ്പർ പോയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മളോട് പറഞ്ഞ്. പിന്നെ വേറെ നമ്പറിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അങ്ങനെ നമുക്ക് അയച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നല്ല അതൊന്നും വരെ അയച്ച് തന്നിട്ടില്ല. ഇത് വേറെ വെറൈറ്റിയാണ്. നോക്കൂ, ഇത് ഞാൻ പറഞ്ഞത് ഫ്ലവർ എടുത്ത് മാറ്റാഞ്ഞാൽ വിരിയൂല എന്നുള്ളത്. നമ്മൾ നാടൻ വെറൈറ്റീൻ്റെ മോഡലിൽ നടുക്കിലൊരു വൈറ്റ് വരുന്ന മോഡലാണ്. ഇതേ ഒരു ഇതുള്ളൂ. ഇത് നോക്കിയേ, ഇതിൻ്റെ നടുക്കിലൊരു റെഡ് വരുന്നതാണ്. അല്ലാതെ വേറെ വെറൈറ്റി ആയിട്ടൊന്നുമില്ല. ഇതിൻ്റെ നടുക്കിൽ റെഡ് ഇല്ലാത്തതും നമ്മളെ കയ്യിൽ അങ്ങനെ ഉണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം. അങ്ങനെ അയച്ച് തന്നിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് ക്യാഷ് നമ്പർ എന്തായാലും കിട്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പറഞ്ഞൊന്നും സംസാരിക്കാനൊന്നും ക്യാപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഫോൺ വാട്സപ്പ് കോൾ എടുത്ത് അടിച്ചത് അത് വേറെ ഉണ്ട്. അല്ല ഏതിലും പോലെ ഫോണും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തതിൻ്റെ അടിയിൽ എത്ര ആൾക്കാർ അവരെ പറ്റിച്ച് പോയിക്കണമെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ തന്നെ പല കളറിലും പല വെറൈറ്റികളിലും ഉണ്ട് കേട്ടോ. നമ്മളെ കയ്യിൽ ഏകദേശം 7-8 വെറൈറ്റി ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ നടുക്കിൽ വൈറ്റ് ഇല്ലാത്ത. പക്ഷേ നമ്മളടുത്ത് തനി വൈറ്റ് കളറുണ്ട്. വൈറ്റിൻ്റെ നടുക്കിൽ ഒരു റെഡ് കളറുള്ളതുണ്ട് കേട്ടോ. പക്ഷെ അത് ഇന്ന് വിരിഞ്ഞിട്ടൊന്നുമില്ല. വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴാണ് അതൊന്നും വിരിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചത്. ഇത് വേറൊരു കളറ്. അതിൻ്റെ ഒരു നടുക്കിൽ റെഡ് വരുന്നതിൽ ഒരു വെറൈറ്റി ആണെന്നുള്ളൂ. ഇന്ന് അത്യാവശ്യം ഇവിടെ തോന്നെ തൈകളുണ്ട്. നമ്മളെ തൊട്ടവാസികളുടെ വീട്ടിലെ കുറച്ച് തൈകളൊക്കെ അന്ന് മുമ്പൊരു വീഡിയോ ചെയ്തിനല്ലോ. അതിൽ കുറേ കട്ട് പീസൊക്കെ കൊടുത്തിൽ ചിലതൊക്കെ നമ്മളെ വേറൊരു അയൽവാസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. നമ്മളിനായിട്ട് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. കാരണം നല്ല വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ അവരത് അത്രയാണ് ഉഷാറായിട്ട് വന്നിരിക്കുന്നത്. ഇതേതാ കളറെന്ന് മനസ്സിലായ നല്ല റെഡല്ല, ഒരു പിങ്ക് കളറിന് കടും പിങ്കായിട്ട് വരുന്നില്ലേ. നടുക്കിലൊരു വൈറ്റ് വരുന്നതാണ്.
റെഡ് നമ്മളടുത്തുണ്ട്. റെഡും ഫ്ലവർ വിരിഞ്ഞിട്ടില്ല. നല്ല ഹെൽത്തി. ഇത് നമ്മളൊരു ഗ്രോ ബാഗിലാണ് നമ്മൾ നട്ടുപിടിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലവറിങ്ങും ഉണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയെന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാമോ. ഇതിൻ്റെ ഇല ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. നല്ലൊരു കടും പച്ചായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്. ഒരു ഇളം പച്ചായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു ഹെൽത്തി ഇല്ല എന്നാണ്. ആ ചെടി ഏകദേശം പോവാറായിക്കണു എന്നുള്ളൊരു അടയാളമാണ്. അപ്പോൾ നമ്മളൊരു കമ്പ് കട്ട് ചെയ്തൊക്കെ പിടിപ്പിക്കണം കേട്ടോ. അതിൻ്റെയൊക്കെ നോക്കൂ, ഇതൊന്നും ഫ്ലവർ വിരിഞ്ഞിട്ടില്ല കേട്ടോ. അത് കുഞ്ഞ് തൈയാണ്. കുഞ്ഞ് തൈ ഒരു പിസ്ത കളറാവണമെന്ന് വെച്ചിട്ട് അത് ഹെൽത്തി അല്ലാഞ്ഞിട്ടല്ല, അത് കുഞ്ഞ് തൈയായിട്ടാണ്. നമ്മൾ നാടൻ വെറൈറ്റിയിൽ നല്ല കടും കളറായിട്ട് വരുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മളൊരു ഫ്രണ്ട് തന്നാണ്. ഇത് നമ്മളെ കയ്യിലില്ലാത്ത കളറായിരുന്നു. നല്ല ഭംഗിയുണ്ട്. അത് എല്ലാം കൂടി ഒപ്പം ഫ്ലവർ ഇങ്ങനെ വിരിയണ കാണുമ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലൊരു അട്രാക്റ്റ് തോന്നുന്നത്. പിന്നെ ഇങ്ങനെ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ പല ചെടികളും. ഇത് വേറെ തൈ, ഇതൊന്നും ഫ്ലവർ വിരിയാത്തും കുറേ തൈകളുണ്ട് കേട്ടോ. നമ്മൾ കുറേ ചെടികൾ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അത് കുത്തി വെക്കട്ടെ. കാരണം നല്ല ഫ്ലവർ പിന്നെ നമുക്ക് വലിയ മെയിൻ്റെനൻസ് ചിലവ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് റെഡ് കളറാണ്. റെഡിൽ നടുക്കിൽ വൈറ്റുള്ളത് നമ്മളെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്നുണ്ടെന്ന് കാണുന്നില്ല. നമ്മളെ തൊട്ട അയൽവാസിൻ്റെ വീട്ടിൽ നമ്മൾ കൊടുത്തത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് രണ്ടും കൂടി ഒപ്പം വെച്ചാലാണ് മനസ്സിലുള്ളൂ അത് പിങ്കും ഇത് റെഡും ആണെന്നുള്ളത്. നമ്മളെ മെലസ്ട്രോമിൻ്റെ കമ്പ് പിടിപ്പിച്ചാണ്. ഇത് നമ്മൾ നിലത്ത് നട്ട് വെച്ച് നോക്കിയിട്ടുള്ളൂ. ആട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഹെൽത്തി ഒന്നും അല്ല, വലിയൊരു ഇതില്ലാത്തൊരു ചെടിയാണ്. പിന്നെ ഇതിൻ്റെ തൈകളൊക്കെ നമ്മളൊരു ഷോപ്പിൽ നിന്ന് ഒരു അത്യാവശ്യം ചെറിയൊരു തൈ വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു റേറ്റ് ഉണ്ട് കേട്ടോ. സാധാ നാടൻ വെറൈറ്റിക്ക് തന്നെ 30 രൂപ ഉണ്ട്, സാധാ നാടൻ. പിന്നെ ഹൈബ്രിഡ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് വരും. അത്യാവശ്യം ഇതിൻ്റെ തൈകളൊക്കെ നമ്മൾ എല്ലായിടത്തും വെച്ച് പിടിപ്പിച്ചേക്കണം. കാരണം ഫ്ലവർ വലിയ ചിലവില്ലാതെ അങ്ങനെയാണ് വിരിഞ്ഞ് പോയിക്കോളല്ലോ എന്ന് ഇട്ടിച്ചിട്ട് നമ്മൾ മുമ്പ് എല്ലാവർക്കും കട്ട് പീസ് കൊടുത്തില്ല. ഇവിടെ നിലത്തുനിന്ന് കമ്പ് നട്ട് പിടിപ്പിച്ചതായിരുന്നു. അതിൽ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഫ്ലവർ വിരിയണത്. അങ്ങനെ അന്ന് ചട്ടിയിൽ നിന്ന് മാറ്റിയതൊക്കെ നമ്മൾ നിലത്ത് വെച്ച് ചെയ്യുന്ന. ചിലതൊക്കെ ഉണങ്ങിപ്പോയി, അത്യാവശ്യം നല്ല വെയിലായതുകൊണ്ട്. ചിലതൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിടിച്ചാൽ പിന്നെ സുഖമാണ്, അങ്ങനെ പോവില്ല. എൻ്റെ കയ്യിൽ പൂക്കളുള്ളതും പൂക്കളില്ലാത്തതായിട്ടുള്ള എല്ലാ ചെടികളും ഉണ്ട്. പക്ഷെ പൂക്കളുള്ളതാകുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. നമുക്ക് ആ ചെടീൻ്റെ ഒരു ഇതിലേക്ക് തന്നെ നോക്കുമ്പോൾ തന്നെ. ഇപ്പോൾ കുറേ കടലാസ് പൂവാണ് മെയിനായിട്ട്. അത്യാവശ്യം കുറേ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ 2 ഭാഗമാണ് വരുന്നൊരു ഭാഗത്താണ് നമ്മൾ ഇട്ടത്. അത് വേനൽക്കാലം ആകുമ്പോൾ അതാണ് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലവർ വിരിയുമ്പോഴാണ് അതിനൊരു ലുക്ക് വരും. അതൊക്കെ നമ്മൾ അന്ന് കട്ട് ചെയ്ത് കാണാൻ നമ്മൾ ബൊഗെയിൻവില്ലിൻ്റെ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മനസ്സിലാക്കാം. ബൊഗെയിൻവില്ലിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഇതൊക്കെ നമ്മൾ ആ ചട്ടിയിൽ നിന്ന് മാറ്റി വെച്ചത്. കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.